ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ നാവിന് ശ്രദ്ധയോടെ നമുക്ക് സംസാരിക്കാൻ ഇന്ന് സാധിക്കട്ടെ. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ ഒത്തിരി അപകടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. പല മേഖലയിലും നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം കാരണം നമുക്ക് കിട്ടാനുള്ള പല നന്മകളും തടസ്സപ്പെട്ടു പോകുന്നു, കിട്ടാതെ പോകുന്നു. നമ്മെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം കാരണം അത് നഷ്ടപ്പെടുത്തുന്നു. അതിനാൽ ഇന്ന് കർത്താവിനോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവിക ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നാവിനെ ഫലപ്രദമായ രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മൗനം അവലംബിക്കേണ്ടിടത്ത് നാം മൗനം അവലംബിക്കാൻ പരിശ്രമിക്കുക. സംസാരിക്കേണ്ടിടത്ത് മാത്രം സംസാരിക്കുക. കർത്താവിൻ്റെ വിജ്ഞാനം കൊണ്ട് നിറയാൻ, വിവേകത്തോടെയും വിജ്ഞാനത്തോടുകൂടെയും സംസാരിക്കാൻ നമുക്ക് പരിശീലിക്കുന്നതിന് ദൈവകൃപയ്ക്കു വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ നാവിനെ തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകനെ വിളിച്ച ദൈവം, ആ വിളി കേട്ട പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപം നിറഞ്ഞ നാവുള്ളവനാണ്, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ അഗ്നി യെശയ്യാ പ്രവാചകൻ്റെ നാവിൽ തൊട്ടപ്പോൾ അവൻ വിശുദ്ധമായി മാറി. നാവ് വിശുദ്ധമെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും വിശുദ്ധമായിരിക്കും. അതിനാൽ നാവിനെ വിശുദ്ധമായി ഇന്ന് കാത്തുകൊള്ളാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും, നാം ഇടപഴകുന്ന എല്ലാ മേഖലകളിലും, നാം സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് നമ്മുടെ നാവിനെ ദൈവികമായി ഉപയോഗിക്കുവാൻ, വിശുദ്ധമായി കാത്തുകൊള്ളാൻ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 39 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു. എൻ്റെ നിശബ്ദത നിഷ്ഫലമായി. എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. ഞാൻ സംസാരിച്ചു, കർത്താവേ, അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ഇതാ, അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, മനുഷ്യൻ നിഴൽ മാത്രമാണ്. അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ നാവിനെ വിശുദ്ധമായി കാത്തുകൊള്ളാൻ, നല്ലതു മാത്രം പറയാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുന്ന വാക്കുകൾ സംസാരിക്കുവാൻ, ഫലപ്രദമായ വാക്കുകൾ സംസാരിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ നാവിനെ നീ ശുദ്ധീകരിക്കണമേ. യെശയ്യാ പ്രവാചകൻ്റെ നാവിൽ തൊട്ട അഗ്നിയാൽ ഇന്ന് ഞങ്ങളുടെ നാവിനെ നീ തൊടണമേ, വിശുദ്ധമായി കാത്തുകൊള്ളണമേ. നിൻ്റെ വാക്കുകൾ സംസാരിക്കുവാൻ ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ അധരം തുറക്കുമ്പോൾ, ഞങ്ങൾ വായി തുറക്കുമ്പോൾ ഞങ്ങളുടെ നാവിൽ നിൻ്റെ വചനമയച്ച്
ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ വായി തുറക്കുമ്പോൾ നിൻ്റെ ജ്ഞാനവും അറിവും ഞങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നീ ഇടയാക്കണമേ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവർ, ഞങ്ങളെ കാണുന്നവർ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവിലൂടെ ദൈവികമായ ജ്ഞാനം പുറത്തു വരാൻ, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് നീ ഞങ്ങളുടെ നാവിനെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ വാക്കുകളെ, സംസാരത്തെ, ശബ്ദത്തെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, സംസാരിക്കാൻ നീ കൃപ തരണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് എല്ലാം പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുവാൻ, സ്നേഹത്തോടെയും പ്രോത്സാഹന വാക്കുകൾ സംസാരിക്കുവാൻ, ജ്ഞാനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാൻ ഇന്ന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ നാവിൻ്റെ ദുരുപയോഗം കാരണം ഞങ്ങൾ വേദനിപ്പിച്ച എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വേദനിപ്പിച്ച വ്യക്തികൾ ഞങ്ങളുടെ നാവിൻ്റെ ദുരുപയോഗം കാരണം, അറിവില്ലായ്മ കാരണം, എടുത്തുചാട്ടം കാരണം, അഹങ്കാരം കാരണം ഞങ്ങൾ വേദനിപ്പിച്ച അനേകം വ്യക്തികളുണ്ട്. ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിത പങ്കാളി, ഞങ്ങളുടെ മുതിർന്നവർ, ഒത്തിരി പേർ കർത്താവേ ഞങ്ങൾ വേദനിപ്പിച്ചവരുണ്ട്. ഇന്ന് നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വേദനിപ്പിച്ച എല്ലാവരെയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതൽ നീ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, മറ്റുള്ളവരുടെ നാവ് ഞങ്ങളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതിനാൽ മറ്റുള്ളവരുടെ സംസാരം കാരണം ഞങ്ങൾ വേദനിച്ചപ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം മുറിഞ്ഞ ആ അവസ്ഥയിൽ ദൈവമേ നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ മുറിപ്പെടുത്തിയ എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാത്തുകൊള്ളണമേ. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുടെ നാവിലൂടെ നീ ശക്തി പകർന്ന് അവരിലൂടെ നീ സംസാരിക്കണമേ. ഇന്ന് ബിസിനസ് നടത്തുന്നവർക്ക് കർത്താവേ, ഇന്ന് അവർക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് ലാഭകരമാകുന്ന രീതിയിൽ സംസാരിക്കാൻ നീ അവർക്ക് ജ്ഞാനം കൊടുക്കണമേ. പഠിക്കുന്ന മക്കൾക്ക്, പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ജ്ഞാനം കൊടുക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ എല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അവരുടെ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങളുടെ സംസാരം കൊണ്ട് ഞങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും, മറ്റുള്ളവർക്കും നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ശബ്ദത്തെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളെയും നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നാവ് കൊണ്ട് നടത്തിയ എല്ലാ തിന്മകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ ഇനി മുതൽ ഞങ്ങൾ പറയുന്നതിന്, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കുന്ന വാക്കുകൾ ഇനി മുതൽ സംസാരിക്കുന്നതിന് ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും നിങ്ങളുടെ സംസാരത്തിലും എല്ലാം, നിങ്ങളുടെ അധ്വാനത്തിലും നിങ്ങളുടെ വിശ്രമത്തിലും നിങ്ങളുടെ എല്ലാ മേഖലയിലും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, വിജ്ഞാനവും വിവേകവും കൊണ്ട് നിറയ്ക്കട്ടെ. നിങ്ങളുടെ സംസാരത്തെ ഇന്ന് കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. നല്ല ഒരു ദിവസം ഇന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.